കേന്ദ്ര സർക്കാരിൻ്റെ ഈ RSS നയത്തോട് സംസ്ഥാന സർക്കാർ ചേർന്നു പോവുകയാണ്. ഇന്ന് കണ്ട കാഴ്ച ഏതാണോ? അമരീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഭാരതാംബയല്ലല്ലോ ഇന്ന് രാജ്ഭവനിൽ പ്രതിഷ്ഠിച്ചത്. എന്തുകൊണ്ടാണ് രാജ്ഭവനിൽ നടക്കേണ്ട സർക്കാർ പരിപാടി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റാൻ തീരുമാനമെടുത്തത്? ആരുടെ അനുമതിയോടുകൂടിയാ? മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടിയാ. അതിന് ആരുടെ പിന്തുണയുണ്ടായിരുന്നത്? CPM-ൻ്റെയും CPI-യുടെയും പിന്തുണയോടുകൂടി ഉണ്ടായിരുന്നത്. P. പ്രസാദിനെ അഭിനന്ദിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. പാർട്ടി CPM അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് CPM പാർട്ടി സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നില്ലേ, ഈ ഭാരതാംബ ഒരു ഔദ്യോഗിക ചിഹ്നമേ അല്ല എന്നുള്ളതാണ്. അമരീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഭാരതാംബയെ നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. അതുമായി ഒരു ബന്ധവും ഇല്ലാത്തതാണ് RSS സ്ഥാപിച്ചിരിക്കുന്ന കാവിക്കൊടിയേന്തിയിരിക്കുന്ന ഭാരതാംബയുടെ ചിത്രം എന്ന് പറയുന്നത്. അത് ഭാരതാംബയല്ല, ഭാരതാംബയുടെ വികല ചിത്രമാണ് അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നതെന്ന് കാണാം. ആ ഭാരതാംബയെ പൂജിച്ചുകൊണ്ട് തുടങ്ങാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നിലപാടെടുത്തത് ഇടത് സർക്കാരല്ലേ? ആ നിലപാടിൻ്റെ പേരിലല്ലേ? ആ നിലപാടിൻ്റെ പേര് മുന്നോട്ട് പോകുമ്പോൾ RSS-ഉമായിട്ട് ചേർന്ന് നിൽക്കുന്ന സർക്കാർ എന്നുള്ള വാദം പൊളിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് എന്നതാണ് എൻ്റെ വാദം.